ആരോപണം എന്താണ് തീരുമാനം? എന്താ സംഭവിച്ചത്? നിയമസഭയിൽ ഞാൻ പറഞ്ഞ അങ്ങാടി പാടിയതല്ലോ, ഈ ഇതുപോലെ പാട്ടല്ലല്ലോ ഉണ്ടായത്. കേരളത്തിന്റെ നിയമസഭയിൽ അങ്ങ് പ്രസംഗിച്ചു പോയതല്ല. പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർക്കെതിരായാലും പ്രതിപക്ഷ നേതാവിനെ എതിരായാലും ഒരു അഴിമതി ആരോപണം അവിടെ ആരോപിക്കണമെങ്കിൽ എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ രേഖയിൽ ഉണ്ടാവില്ല. നാട്ടുകാരെ പറ്റിക്കാനാണെങ്കിൽ എനിക്ക് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ വാർത്ത അങ്ങോട്ട് വരും. PV അൻവർ സ്പീക്കറെ കണ്ട് നേരിട്ട് എഴുതി കൊടുത്ത് അനുമതി വാങ്ങിയിട്ടാണ് പ്രസംഗിച്ചത്. ആ പ്രസംഗം എന്താ പറയാ, വിവരാവകാശ രേഖ പ്രകാരം ഒഫീഷ്യലായി എടുത്താണ് തിരുവനന്തപുരത്തെ പൊതുപ്രവർത്തകനായ ഹഫീസ് വിജിലൻസിന് പരാതി കൊടുക്കുന്നത്. വിജിലൻസ് എന്താ ചെയ്യുക? പോലീസിനോട് പ്രൈമാ ഫേഷ്യ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറയും. പ്രൈമാ ഫേഷ്യ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം ഈ വിജിലൻസ് എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞ ആളെടുത്ത് വന്നിട്ട്, എന്ന് പറയുന്ന PV അൻവർ MLA അടുത്ത് വന്നിട്ട്, നിങ്ങൾ ഇങ്ങനെ നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, എന്താണ് ഇതിന്റെ ബേസ്? വിശദീകരണം ചോദിക്കണ്ടേ? എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കണ്ടേ? ഉണ്ടായോ? എന്നോട് ചോദിച്ചോ? ആരത് മുക്കിയത്? ഈ പറയുന്ന ADGP അജിത് കുമാറിനെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെയും ബന്ധങ്ങള് അത് ലോ ആൻഡ് ഓർഡറിൽ മാത്രമല്ല, എല്ലായിടത്തും ഇയാളെ കയ്യും കാലുമാണ് ഈ അജിത് കുമാറിന്റെ. അയാൾക്കെതിരെ ചെറുവിരൽ അനക്കാൻ അദ്ദേഹത്തിന്റെ അയാൾ അതോറിറ്റിക്ക് പോലും ധൈര്യം ഉണ്ടായിരുന്നില്ല. ചിത്രം മാറാൻ പോവാണ്. അങ്ങനെ അത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ മാഷേ, നിങ്ങളെ അസുഖം എനിക്ക് മനസ്സിലായിന്ന്. അപ്പോ അങ്ങനെ ഈ കേസിനെ അട്ടിമറിച്ചു വരും, എന്നിട്ട് എന്റെ വിരടിക്ക് ഇടുക. ഇതൊന്ന് കഴിയട്ടെ, നമുക്ക് നോക്കാം. ഈ 150 കോടിയായിട്ട് നമുക്കൊന്ന് മുന്നോട്ട് പോകാം. അത്രേ ആ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അല്ല, ബോധ്യപ്പെടുത്തും. ഇതൊന്ന് കഴിയട്ടെ. നിയമസഭയിൽ ഉന്നയിച്ച ഒരു കാര്യം അത് പരാജയപ്പെട്ടു, വിജിലൻസ് തന്നെ പരാജയപ്പെട്ടു ആ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ അങ്ങക്ക് മുഖ്യമന്ത്രിയോട് പറയാലോ, അങ്ങ് ഭരണപക്ഷത്തിന്റെ MLA അല്ലേ? അല്ല, ഞാനത് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടോ? അതിൽ വീണ്ടും അന്വേഷണം വരുമെന്നില്ല, താങ്കൾക്ക് അറിയില്ലല്ലോ. അതിന് കെട്ടവാകട്ടെ. അപ്പോഴേക്ക് ഞാൻ ഡൈവേർട്ടായി. ഞാൻ ഈ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ പിന്നാലെയാണ് ഞാൻ. അതിൽ നിന്ന് എന്നെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ ആരും വിചാരിച്ചിട്ടും കാര്യമില്ല. ഈ ഫോക്കസുമായി നമ്മൾ മുന്നോട്ട് പോകും. ബുധനാഴ്ച രാവിലെ താങ്കൾ ഇത് അറിഞ്ഞെന്ന് പറയുന്നു. അന്ന് തിടുക്കപ്പെട്ട് താങ്കൾ അറിഞ്ഞ കാര്യം സതീശൻ അറിഞ്ഞോടുകൂടി പ്രസ് മീറ്റ് നടത്തുന്നു പറയുന്നു. പിന്നീട് എത്രയും ഗൗരവതരമായ ആരോപണം സതീശൻ ഉന്നയിക്കുന്നു. ഇന്നാണ് താങ്കൾ പറയുന്നത് ഇത് വഴി തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഡിസിഷൻ നടത്തിയാണെന്ന കാര്യം. അപ്പോൾ ഇത്ര ദിവസം എന്തുകൊണ്ടാണ് താങ്കൾ അത് പറയാതിരുന്നത്? ഇന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ? പറയാതിരുന്നതിന്റെ കാരണം ഇത് പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യമില്ല. ഈ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇന്ന് ഞാനത് പറയാനുണ്ടായ കാരണം, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ADGP അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാർ മാറ്റിവെച്ച് ഒരു പ്രൈവറ്റ് കാറിൽ ഈ RSS നേതാവിനെ കണ്ടിരുന്നു എന്ന് അഡ്മിറ്റ് ചെയ്തു അയാള്. ആ അഡ്മിറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം ഞാനിപ്പോ പറയാനുണ്ടായ കാരണം. ഇതില് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നേരത്തെ തന്നെ സർക്കാരിന് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം ഈ RSS നേതാക്കളെ കണ്ടത്. അത് കൂടാതെ ഇപ്പോൾ താങ്കൾ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിന് പലതിലും തെളിവുകൾ അടക്കമുള്ളതാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വന്നത്. എന്നിട്ടും MR അജിത് കുമാറിന് ഒന്നും സംഭവിക്കുന്നില്ല. MR അജിത് കുമാറിന് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഒരു മാസത്തിനുള്ള റിപ്പോർട്ട് നൽകാനാണ് DGP ഏൽപ്പിച്ചത്. അതിന്റെ പ്രൈമറി അന്വേഷണങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അൺഒഫീഷ്യലായിട്ട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒഫീഷ്യലായിട്ട് ഇന്നാണ്, നിങ്ങൾക്കറിയാം, രാവിലെ 11 മണിക്കാണ് ഞാൻ ഇവിടെ വന്നത്. 5 മിനിറ്റ് നിങ്ങളോട് സംസാരിച്ച 11:15 എടുക്കുന്ന മൊഴി 8:45 വരെ എടുത്തു. ഭക്ഷണം ഊണിന് പോലും ഞങ്ങൾ നിർത്തിയിട്ടില്ല. 2 വടയാണ് ഞാനും IG-യും കഴിച്ചത്. അതിനിടയ്ക്ക് കുറച്ച് ബിസ്ക്കറ്റും ചായകളും കിട്ടി. ഭക്ഷണത്തിന് പോലും നിർത്തണ്ട. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ ക്യാൻ മാനേജ്. ഭക്ഷണം കഴിക്കാൻ അതിനെ 1 മണിക്കൂർ കളയേണ്ടതില്ല. അങ്ങനെ ഭക്ഷണം പോലും, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഉച്ചഭക്ഷണം പോലും കഴിക്കാതെയാണ് ഇത്രയും സമയത്തെടുത്തത്. അത് അതിന്റെ വഴിക്ക് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകും. ഇപ്പം എന്റെ അടുത്ത് നിന്ന് മൊഴിയെടുത്ത ഉദ്യോഗസ്ഥനെ കുറിച്ച്, IG-യെ കുറിച്ച്, തൃശൂർ DIG-യെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരു നല്ല മനസ്സിലാണ് നിൽക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തിലാണ്.